ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കുറേ ദിവസമായിട്ടോ ഇതിൻ്റെ ഷോട്ടൊക്കെ ഞാൻ ഇട്ടിട്ട്, പിന്നെ ഇത് എഡിറ്റ് ചെയ്യാനുള്ളൊരു സമയക്കുറവ് മൂലമാണ് ഇത്രയും നീണ്ടത്. ഇത് ഷാർജ അക്വേറിയം ആണ് കേട്ടോ. ഇതിൻ്റെ മുമ്പ് ഞാൻ ഇതിൻ്റെ ഷോട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, കുറേ വീഡിയോ ക്ലിപ്പ് നിന്ന് മിസ്സായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ വൈകിയത് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, പഴയ കപ്പലുകൾ. പക്ഷേ ഇതിനെപ്പറ്റി കൂടുതൽ വിവരിക്കാൻ എനിക്ക് അറിയില്ല. എന്താ വെച്ചാൽ എന്തൊക്കെയോ പുരാതന വസ്തുക്കളാണ്. പിന്നെ നമ്മളെ നാട്ടിലൊക്കെ എന്താ പറയുക, പഴമ എന്നൊക്കെ പറയില്ലേ, നമ്മൾ ആദിവാസികളെ ഈ പഴയ അവരെ പണിയായുധങ്ങൾ, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ അങ്ങനത്തെയൊക്കെയാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ ഞാൻ സത്യത്തിൽ വിചാരിച്ച മീനാണെന്ന് കേട്ടോ. ശരിക്കുള്ള മീനാന്ന് വിചാരിച്ചു പോയി ഞാനത് കണ്ടിട്ട്. സത്യത്തിൽ കണ്ടില്ലേ, എന്താ പറയുക, മീൻ പിടിക്കുന്ന എന്തോ സംഭവമാണത്, കൊട്ടയാണ്. അതൊന്നും എനിക്കറിയില്ല. ഞാനത് കാണാൻ പോയപ്പോൾ നിങ്ങൾക്കും ജസ്റ്റ് കാണിച്ചു തന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. ആ ഒരു പ്രതിമ നിൽക്കണ്ടപ്പോൾ ഞാൻ ശരിക്കും മനുഷ്യനാണെന്നേ. മനുഷ്യനൊന്നല്ല, അത് പ്രതിമയാണ്. പിന്നെന്തൊക്കെയോ ഈ പണക്കിഴി പോലെയോ എന്തൊക്കെയോ ഒരു കിഴികൾ, എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. പിന്നെ കത്തികൾ, പലതരം കത്തികൾ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. അധികം ഉള്ളത് ഈ തോണി കണ്ടില്ലേ, വലിയ 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 തോണികൾ, ചെറിയ തോണികൾ, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളാണ് അധികം ഇവിടെ ഉള്ളത്. അവരുടെ ഡ്രസ്സുകൾ, പഴയകാലത്തെ ഡ്രസ്സുകൾ, ഇത് കണ്ടപ്പോൾ ഞാൻ ശരിക്കും വിചാരിച്ച് നമ്മളെ നാട്ടിലത്തെ പാല് വാങ്ങുന്ന പാത്രം ഉണ്ടല്ലോ, പാല് വാങ്ങുന്നൊരു സൊസൈറ്റിയിലൊക്കെ എല്ലാവരും ഈ പാല് കൊണ്ടുപോകണ അങ്ങനത്തെ ഒരു പാത്രം പോലെ എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ ഇത് കണ്ടപ്പോൾ. അതിൻ്റെയൊക്കെ താഴെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, സംഭവം എല്ലാം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. മീനുകളൊക്കെ കണ്ടിട്ട് മടുത്തു പോയി. എന്ത് രസമുള്ള മീനുകളാണെന്നറിയാം ഇവിടെ. നല്ല നല്ല രസമുണ്ട് കാണാൻ കേട്ടോ.
എന്താണെന്ന് എനിക്ക് മനസ്സിലായേ ഇല്ല കേട്ടോ. പക്ഷേ കാണുമ്പോൾ ഒരു ഭീകരമായിട്ട് തോന്നുന്നുണ്ട്, കണ്ടില്ലേ? എന്താണെന്ന് എനിക്കറിയില്ല, അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാണ് ഇമാതിരി സാധനത്തിനൊക്കെ. ഭയങ്കര എന്താ പറയുക, ആൾ വയലൻ്റാണ് കേട്ടോ. എന്താ വെച്ചാൽ നമ്മളിങ്ങനെ ചെല്ലുമ്പോൾ അവർക്ക് ഇറിറ്റേറ്റ് ആവുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും അതിൻ്റെ ഒരു കുട്ടിയാന്ന് തോന്നുന്നുണ്ട്. ഒരു സാധനം കണ്ടില്ലേ വായും തുറന്നിരിക്കുന്നത്? അതിൻ്റെ കുട്ടിയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്തായാലും കുട്ടിയാണെങ്കിൽ അമ്മയും കുട്ടിയും നല്ല മൂഡിലാണ്. ഇവിടെ ഒരാൾ ഒളിച്ചിരിക്കുന്നുണ്ട്, ഒരു ക്യൂട്ട്. എന്തൊരു ഭംഗിയാണ് കാണാനെന്നറിയോ? പലതരം മീനുകൾ, പലതരം. ഇതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ. എന്താ വെച്ചാൽ കുറേ ആളുകളുള്ളതുകൊണ്ട് ഇങ്ങനെ തിക്കി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, പേടിയായിരുന്നു. ഈ ഫോണൊക്കെ അതൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഫോണൊക്കെ വെള്ളത്തിലേക്ക് വീണ് പോകുമെന്ന് അത്ര തിരക്കായിരുന്നു. ഒഴുകി ഇങ്ങനെ നടക്കുകയാണ്. പക്ഷെ അതെന്താണ് സംഭവം എന്ന് എനിക്കറിയില്ല, അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇവിടെ കുട്ടികളൊരു പാർക്കെല്ലാം ഉണ്ട്, കണ്ടില്ലേ? ഒരു കുഞ്ഞി പാർക്കുണ്ട്. രാവിലെ വന്നതാണ് ഞങ്ങൾ, വൈകുന്നേരമായിട്ടോ. ബീച്ചിലും പോകാമെന്നുള്ള പ്രതീക്ഷയല്ല വന്നത്. പക്ഷേ ആ സമയമായപ്പോഴത്തേക്കും ബീച്ച് അടച്ചു പോയി. നമ്മളിവിടുത്തെ എല്ലാം കഴിഞ്ഞ് പോയപ്പോഴത്തേക്കും ബീച്ച് അടച്ചു പോയി. അതുകൊണ്ട് ബീച്ചിൽ പോകാൻ പറ്റിയില്ല. ചാനൽ പേജ് 2 സാബ്ര വ്ളോഗാണ് കേട്ടോ പേര്. അത് 2 സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഫോളോ ചെയ്യാത്തവരും ഫോളോയും സബ്സ്ക്രൈബും ചെയ്യണേ. പിന്നെ വീഡിയോൻ്റെ ലിങ്ക് നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ അങ്ങോട്ട് ഷെയർ ചെയ്തേക്ക് കേട്ടോ. ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്തേക്ക് കേട്ടോ. പിന്നെ എല്ലാവരും സപ്പോർട്ടും എപ്പോഴും വേണം കേട്ടോ. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം. അസ്സലാമു അലൈക്കും.